വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് നാടകീയ നീക്കങ്ങൾ. വഖഫ് ബില്ലിനെതിരായ നിയമസഭയുടെ പ്രമേയം BJP പ്രവർത്തകർ പ്രതീകാത്മകമായി കടലിൽ താഴ്ത്തി. സമരത്തിന്റെ ഭാഗമായ 50ഓളം പേരെ മുനമ്പത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. റവന്യൂ രേഖകൾ ലഭിക്കും വരെ സമരം തുടരാനാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് ബിൽ പാസായ ഇന്നലെയും ഇന്നു പുലർച്ചെയും മുനമ്പം സമരവേദിയിൽ ആഹ്ലാദ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും മുദ്രാവാക്യങ്ങൾ. വഖഫ് ബിൽ രാജ്യസഭയും കടന്നതോടെ മണിക്കൂറുകൾക്കുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മുനമ്പത്ത്. സമരത്തിന്റെ മുഖമായ ബെന്നി ജോസഫ്, നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെൻറ്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല്, വഖഫ് അമെൻമെൻറ്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആവുന്നു. മുനമ്പം സമരത്തിന്റെ ഭാഗമായ 50ഓളം പേർ BJPയിൽ അംഗത്വമെടുത്തു. പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പ്രതീകാത്മകമായി BJP പ്രവർത്തകർ കടലിൽ താഴ്ത്തി. പ്രമേയം ജനം അറബിക്കടലിൽ എറിയുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. അതേസമയം മുനമ്പം സമരം വീണ്ടും ശക്തമാക്കുമെന്ന് ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നു. റവന്യൂ രേഖകൾ ലഭിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രേഖകൾ, റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. വഖഫ് ബിൽ പാസാക്കിയതിൽ നരേന്ദ്രമോദിയെ കണ്ട് നന്ദി പറയണമെന്ന് സ്ഥലത്തെത്തിയ BJP നേതാക്കളോട് മുനമ്പം സമരക്കാർ ആവശ്യപ്പെട്ടു. 24 കൊച്ചി.